ക്ലയൻസ് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് മാഡം. CKC സാർ ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അവരെല്ലാം പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ തുകയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്ത് ചെയ്യും മാഡം? ഒരു മിനിറ്റ്, ഞാൻ CKC ഒന്ന് വിളിക്കട്ടെ. നിങ്ങൾ അവരോട് സംസാരിച്ചിരിക്കെ. ശരി മാഡം. ഗൗതം, എന്താണോ തനിക്ക് കിട്ടിയതൊന്നും മതിയല്ലേ? ഗൗതം വേണ്ട, ഇനി ഇയാൾ എന്തെങ്കിലും ചെയ്ത് ഇയാൾ ചത്തുപോകും. വേണ്ട. ഇങ്ങോട്ടാ ഫോണിങ്ങതാ. ആഹാ, സാറിന്റെ ഭാര്യയാണല്ലോ വിളിക്കുന്നത്. ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ആ CKC, നിങ്ങളിത് എവിടെയാ? നിങ്ങളുടെ ഒരു സിഗ്നേച്ചറിന് വേണ്ടി ക്ലയൻസ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോ വരും? ഹലോ മിസ്സസ് CKC, മാഡത്തിന്റെ ഹസ്ബൻഡിന് ഇപ്പൊ പെട്ടെന്ന് എങ്ങോട്ടും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പൊ അങ്ങോട്ട് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു സിഗ്നേച്ചർ ഇടാൻ പോലുള്ള ആരോഗ്യം ഇപ്പൊ പുള്ളിക്കില്ല. ആരാ ഈ സംസാരിക്കുന്നേ? ആ, അത് കൊള്ളാലോ. ഈ ശബ്ദം കേട്ടിട്ടും ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നീ നിധിയല്ലേ? ആ, മിടുക്കി. ആള് കൊള്ളാലോ, കണ്ടുപിടിച്ച് കളഞ്ഞു. നിധി തന്നെയാ സംസാരിക്കുന്നത്. എടി, നിന്റെ കയ്യിൽ CKCയുടെ ഫോൺ എങ്ങനെയാ വന്നേ? എവിടെന്നാ നിനക്ക് ഫോൺ കിട്ടിയത്? ഈ ഫോൺ കളഞ്ഞു കിട്ടിയതൊന്നും അല്ലെന്നേ. സാക്ഷാൽ ശ്രീമാൻ CK ചന്ദ്രബോസ് എന്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ പുള്ളിയുടെ ബോഡി കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഡാമേജ് ആയെന്നോ? നിധി, CKC എവിടെ? ആ ഫോൺ CKCയുടെ കൈ കൊടുക്ക. അയ്യോ മാഡം, ഫോണില് സംസാരിക്കാനൊന്നും പറ്റില്ല പുള്ളിയെ കൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആളാകെ അവശതയിലാ. ഒരു കാര്യം ചെയ്യും, മാഡം വീഡിയോ കോൾ ചെയ്യും. അപ്പോ കൃത്യമായിട്ട് കാണുകയും ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. വെക്കട്ടെ? ഏയ് വെക്കല്ലേ. നിധി, മര്യാദയ്ക്ക് എന്റെ ഫോൺ എടുത്താ. തന്നോടല്ലോ മിണ്ടായിരിക്കാൻ പറഞ്ഞ്. ഒരക്ഷരം മിണ്ടി ഇനിയും താൻ എന്റെ ഇത് വാങ്ങിക്കും. ആ ദേ മാഡം വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നിധി, ഒരുപാട് വിളച്ചിലെടുക്കരുത് നീ. ഫോൺ CKCയുടെ നേർക്ക് പിടിക്ക്. എനിക്ക് CKCയാ കാണേണ്ടത്, നിന്റെ മരമോന്തല്ല. വെറുതെ വയലന്റ് ആവല്ലേ മാഡം, കാണിച്ചു തരാം. ദേ നോക്ക്, മാഡത്തിന്റെ ഭർത്താവിന്റെ കോലം കണ്ടില്ലേ? അയ്യോ CKC, എന്തു പറ്റി? ജ്യോതി, പെട്ടുപോയി ജ്യോതി. ഞാൻ നോക്ക് നിധി, നിന്നോട് നിന്റെ ഭർത്താവിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. CKCക്ക് എന്തെങ്കിലും സംഭവിച്ചാ രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല, ഓർത്തോ? വെറുതെ കിടന്ന് തുള്ളാതെ മാഡം. കൃത്യസമയത്ത് ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, എന്റെ കെട്ടിയോൻ നിങ്ങളുടെ കെട്ടിയോനെ എന്ന് ശവമാക്കിയേനെ. ഇന്ന് വൈകുന്നേരത്തോടെ CKCയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കൊണ്ടുവന്ന് പുതിയ വീടിന്റെ ഉമ്മറത്ത് ഇറക്കി കിടത്തിയേനെ. ഇവനെ ജീവനോടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും. മേഡം നേരെ വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് ആ പ്രണവിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവനെ ഈശ്വരമംഗലത്തേക്ക് പറഞ്ഞുവിട്. അല്ലെങ്കിലുണ്ടല്ലോ, നിധി പറഞ്ഞ പോലെ ഒരു ആംബുലൻസ് സൈറിന് മുഴക്കി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കും. ഗൗതം, നീ കൈവച്ചിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ നേർക്കാ. നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. ഹലോ ഹലോ, വെറുതെ ഭീഷണിപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഗൗതം പറഞ്ഞതേ അങ്ങോട്ട് അനുസരിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്നേ ഒരു ആംബുലൻസിനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. വെക്കട്ടെ? ഹലോ നിധി, എടി നിധി.